മിക്കു റോക്ക് നാസ്കോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഭീമാപള്ളി ഉറൂസ് തുടങ്ങിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഓരോ ദിവസത്തെയും അപ്ഡേറ്റ്സ് നമ്മുടെ നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും സജഷൻസും ഒക്കെ രേഖപ്പെടുത്തുക. 3 മുതൽ 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഭീമാപള്ളി ഉറൂസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ചെറിയൊരു മരമുണ്ട്. ആ മരത്തിലാണെങ്കിൽ കളർഫുള്ളായിട്ട് ഇഷ്ടം പോലെ ലൈറ്റ്സുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ മക്കയും മദീനയുടെയും നല്ല രീതിയിലുള്ള ലൈറ്റ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വന്നിട്ട് മതപ്രഭാഷണങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള ഫങ്ഷൻസൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഈ ഒരു മെയിനായിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഈ ഒരു സൈഡ് ജെൻസും അപ്പുറത്തെ സൈഡ് ലേഡീസുമാണ്. അപ്പോൾ അതാ പള്ളി വളരെ കളർഫുള്ളായിട്ടും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പള്ളിയുടെ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി നല്ല കൂരിരുട്ടാവുന്ന സമയത്ത് നിങ്ങൾ ഭീമാപള്ളി കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റാണെങ്കിൽ നല്ല ഷൈനിങ് ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പോൾ 10 ദിവസത്തെ ഉത്സവമാണ് ഭീമാപള്ളിയിൽ നടക്കുന്നത്. 3-ാം തീയതിയായിരുന്നു ഉറൂസ് നടന്നത്. അത് നേഴ്സ് ബ്ലോഗർ മിക്കു റോക്ക് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലും മിക്കു റോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ 2ാമത്തെ ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ മുകളിൽ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ എന്താ ഇഷ്ടംപോലെ ക്രൗഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ആൾക്കാർ ഇഷ്ടംപോലെ പേരാണെങ്കിൽ ഇവിടെ നേർച്ചയ്ക്കും മറ്റു ആവശ്യത്തിനുമായിട്ട് ഇഷ്ടംപോലെ പേരാണെങ്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണ്. ചില ആൾക്കാർക്ക് വിശ്വാസമില്ല, ചില ആൾക്കാർക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒന്നും വലിയ രീതിയിലൊന്നും കോരമൊന്നും സംസാരിക്കുന്നില്ല കേസ്. ഈ ഒരു പോർഷൻ വന്നിട്ട് ഭീമാപള്ളി ഉറൂസിൽ നേർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചയും ചുവപ്പ് കളർ കൊടികളും സംഭവങ്ങളുണ്ട്. ചെറിയ രീതിയിലുള്ള നിലവിളക്കും സെറ്റപ്പ്. അതോടൊപ്പം തന്നെ നമുക്കാണെങ്കിൽ ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് 200 രൂപയാണ് ചന്ദനക്കുടത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഭീമാപള്ളി ഉറൂസ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിട്ടു അല്ലെങ്കിൽ ദിവസങ്ങൾ പിന്നിടുമ്പോഴും നമ്മുടെ ഈ ഒരു ചന്ദനക്കുടം, എൻ്റെ കയ്യിലിരിക്കുന്ന ചന്ദനക്കുടം കണ്ട ചന്ദനക്കുടമായിട്ട് ഇഷ്ടംപോലെ നല്ല കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ എന്നിരുന്നാലും ഇത് വിശ്വസിച്ച് ഇഷ്ടംപോലെ ഭക്തജനങ്ങൾ ഇപ്പോഴും ലോക സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം കേസ്. എൻ്റെ കയ്യിൽ ചന്ദനക്കുടം, ഭീമാപള്ളി ദർഗയിലെ ചന്ദനക്കുടം. ഇതര ജാതി മതസ്ഥരും എല്ലാവരും ചന്ദനക്കുടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഭീമാപള്ളി വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. കടകളും മാത്രമല്ല, ഇവിടുത്തെ ഫുഡ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് ഭീമാപള്ളിയിൽ വന്നു കഴിഞ്ഞാൽ പലതരം വെറൈറ്റി ആയിട്ടുള്ള അത്തറുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും, സ്പ്രേ ഐറ്റംസുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും, ഗൾഫ് ഐറ്റംസുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും, സ്നാക്സ് ഐറ്റംസുകൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. എല്ലാം ഒന്നിനൊന്നിന് മിച്ചമാണ്. അപ്പോൾ ഈ ഒരു അത്തറിൻ്റെ ഒരു സെഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 ml 10 ml ഒക്കെ 50, 100, 150 അങ്ങനെ മുതൽ 5000 രൂപ വരെയുള്ള അത്തർ സ്പ്രേ ഐറ്റംസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ചാത്തൻ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4 മാക്സിമം ഓരോ ഡേ ബൈ വൈസായിട്ട് മാക്സിമം ഭീമാപള്ളി വീഡിയോസിലിടാൻ വേണ്ടി നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രം, മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പേറിയ സജഷൻസ് ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ടും രേഖപ്പെടുത്തുക. എല്ലാ കടകളും നോക്കിയാൽ നല്ല വൈബുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നാണ് ആ ഫുഡിങ്സ് ഒക്കെ ആണെങ്കിൽ വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര ആംബിയൻസ് തന്നെയായിരിക്കും. സുണ്ടൽ കടലായാലും ശരി, ഈ ഒരു നെയിമിങ് ചെയ്യുന്ന ആ ഒരു സെഷൻ ആയാലും ശരി. അത് കഴിഞ്ഞിട്ട് നമുക്കിതാ ഇവിടെ വന്നിട്ട് നമുക്ക് മക്ബറയൊക്കെ ഒന്ന് കണ്ട് സിയാറത്തൊക്കെ ചെയ്യാം. അതൊക്കെ വിശ്വാസം ഉള്ള ആൾക്കാരെ പറ്റിയാണ്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിശ്വാസമുള്ള ആൾക്കാർക്കാണ്. വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ജസ്റ്റ് നെഗ്ലക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ
മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാനും ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിലാണെങ്കിൽ എല്ലാവരെയും പോലെ എനിക്കും നിങ്ങൾക്കും എല്ലാം ആ ഒരു ഫ്രീഡമുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നതും ഈ ഫാൻസി ഐറ്റംസിലാണ്. ഫാൻസി ഐറ്റംസിൽ A to Z ഐറ്റംസിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ക്രോക്കറി ഐറ്റംസിലായാലും ശരി, ഇതുപോലുള്ള സെറാമിക്സിലെ ഐറ്റംസിലായാലും ശരി, ഫാൻസി ഐറ്റംസിൽ തന്നെ A to Z ഐറ്റംസിലൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രിവാൻഡ്രം ബേസ്ഡ് വീഡിയോസുകൾ മാക്സിമം അപ്ലോഡ് ചെയ്യുന്നത് മിക്കുറോഗ് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ ചാനലാണ്. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ആയിട്ടുള്ള വിലയേറിയ അഭിപ്രായങ്ങളും സജഷൻസുകളും നമ്മുടെ ചാനലിലെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. എന്നാൽ മാത്രമേ എനിക്ക് പുതിയ അപ്ഡേറ്റ്സുകൾ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ട്രിവാൻഡ്രത്തുള്ള നമ്മുടെ ഭീമാപള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള 3 മെയിൻ ഫെസ്റ്റിവലുകൾ ഒന്നാണ് ഭീമാപള്ളി ഫെസ്റ്റിവൽ, പിന്നെ വെട്ടുകാട് തിരുനാൾ, പിന്നെ ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ 3 മതസ്ഥരുടെയും ഒരേ രീതിയിലാണെങ്കിൽ ആഘോഷിക്കുന്ന നമ്മുടെ കേരളത്തിലെ ഒരേ ഒരു ജില്ല എന്ന് വേണമെങ്കിലും നമുക്ക് അവകാശപ്പെടാവുന്നതാണ് നമ്മുടെ ഭീമാപള്ളി. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾ, പുതിയ അപ്ഡേറ്റ്സുകൾ വരും എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നവരിക്കും. യുവർ മിഗ്ദാദ് മിക്കൂറോ. ബൈ.